ഈ ഒരു പോസ്റ്റ് ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അധ്യാപകർക്ക് അവരുടെ വടികൾ തിരികെ നൽകൂ, അച്ചടക്കമുള്ള തലമുറയെ അവർ വാർത്തെടുക്കും എന്നുള്ളൊരു കാര്യം. ഇത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നു മുതൽ അധ്യാപകർ അടിക്കുന്ന കാര്യം നിർത്തിയോ അന്ന് മുതൽ കുട്ടികൾക്ക് ഒരു കാര്യത്തിലും പേടിയില്ലാത്ത അവസ്ഥയായി. ഇപ്പൊ ഈ കൂട്ടത്തല്ലിന്റെ പ്രശ്നങ്ങളായാലും അതേപോലെ ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ഈ അധ്യാപകരെ പേടിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരു അടി ഉണ്ടാക്കിയാൽ നാളെ സ്കൂളിലേക്ക് ചെല്ലണമല്ലോ, അധ്യാപകരുടെ അടുത്ത് നിന്ന് അടി കിട്ടുമല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ട് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികൾ മാറിയിരുന്നു. പിന്നീട് വലുതായാൽ പോലും ആ ഒരു മാഷെ പുറത്തുനിന്ന് കാണുമ്പോൾ വരെ ആ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കുട്ടികളെ ഒന്ന് ശകാരിക്കാൻ പോലും മാഷ്മാർക്ക് പേടിയാണ്. അവരെ മെന്റലി ഹറാസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കേസുകൾ ഫയൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ആ ഒരു അധ്യാപകരോടുള്ള കുട്ടികളെ പേടി എന്ന് മാറിയോ അന്ന് മുതലാണ് ഈ രീതിയിലുള്ള അക്രമങ്ങളും അതേപോലെ ലഹരിയൊക്കെ ഇത്രയധികം വിപുലമായിട്ട് കുട്ടികളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇപ്പോൾ കുട്ടികളെ നോർമലായിട്ട് ഉപദേശിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുട്ടികളെ ഒന്ന് അടിക്കാനോ അതേപോലെ കുറച്ച് നല്ല പേടിക്കുന്ന രീതിയിലൊന്ന് ശകാരിക്കാനോ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാം, പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവർക്ക് ചെയ്യുന്നതിന് ഇത്രേ പരിധിയുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർ ഒരിക്കലും വരൂല എന്ന ഒരു ധൈര്യമാണ് ഈ കുട്ടികളെ ഇത്രത്തോളം വഷളമാക്കുന്നത്, ഈ രീതിയിലുള്ള തെറ്റുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് പഴയ രീതിയിൽ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കാനുള്ള ഒരു നിയമം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അച്ചടക്കമുള്ള തലമുറ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ചെറിയ പ്രായം മുതലേ കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ടീച്ചേഴ്സ് അതിനെ അഭിനന്ദിക്കുകയും തെറ്റുകൾ കണ്ടാൽ അതിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പേടി എന്നും ഉണ്ടാവും. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ള ആ ഒരു പേടി എന്നും കുട്ടികളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 80% തെറ്റുകളിൽ നിന്നെങ്കിലും കുട്ടികൾ മാറി നിൽക്കുമായിരുന്നു.